സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മുഴങ്കാലും മടങ്ങുവാൻ തക്ക യോഗ്യനായ നമ്മുടെ പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ യോഗ്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും, വിശേഷിച്ച കർത്താവിന്റെ ദാസന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരുമിച്ച് നൽകപ്പെടുന്ന ഈ ആത്മീയ കൂട്ടായ്മ ഏറെ സന്തോഷകരമാണല്ലോ. ദൈവം അവിടെവിടങ്ങളിലായി നമ്മെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് സൂക്ഷിക്കുന്നതിനായി, പ്രത്യേകിച്ച് വിശ്വാസപാതകം സംഭവിക്കാതെ, അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം സംഭവിക്കാതെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മെക്കാൾ ശക്തരായ, നമ്മെക്കാൾ ഭക്തന്മാരുമായ അനേകർ വിശ്വാസ പോർമേട്ടിൽ തളർന്ന് പിന്മാറി അവിശ്വാസികളായി, ദൈവത്യാഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. സ്തോത്രം. എന്നാൽ സാധികളായ നമുക്ക് ദൈവകൃപയിൽ ഇന്നയോളം നിലനിൽക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ സ്നേഹത്തിനും കൃപയ്ക്കുമായി ദൈവത്തെ വാഴ്ത്തുകയാണ്. പിന്നെയും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ദൈവകൃപയിൽ നിലനിൽക്കുവാൻ നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രത്യാശ ദിനം തോറും വർദ്ധിപ്പാൻ, സ്വർഗീയമായ കാഴ്ചപ്പാട് നമ്മുടേത് ഓരോ ദിവസം കഴിയും തോറും കുറച്ചുകൂടെ വ്യക്തത പ്രാപിപ്പാൻ, ഷാർപ്പാകുവാൻ, നമ്മുടെ സ്നേഹം അധികമായി വർദ്ധിപ്പാൻ, താഴ്മയും, നമ്മുടെ സുനീഷാന്റി എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ സഹനവും, എന്ന് വെച്ചാൽ സഹിക്കുന്നതിനുള്ള ശക്തിയും ഒക്കെ നമുക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരേണ്ടതിന് ദൈവം സഹായിക്കട്ടെ. നമ്മൾ ലോകത്തോട് അനുനിമിഷം അകന്നും കർത്താവിനോട് അനുനിമിഷം അടുത്തും കൊണ്ട് ജീവിക്കേണ്ടതിന് കർത്താവ് ധാരാളമായി നമുക്ക് കൃപ ചൊരിയട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ക്രൈസ്റ്റ് മില്ലേനിയം, യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച, അതിൻ്റെ റിലീജിയസ് ക്യാരക്ടറിസ്റ്റിക്സ്, മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മീയ അവസ്ഥകളെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നത് സ്റ്റേറ്റ് ഓഫ് ഓർ ദ സ്പിരിച്വൽ സ്റ്റേറ്റ് ആൻഡ് ദ മെറ്റീരിയൽ ഓർ ഫിസിക്കൽ സ്റ്റേറ്റ്, നമ്മൾ അതിനെ കുറിച്ച് കാണുകയുണ്ടായി. അതിൽ നിന്നും അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ദ റിലീജിയസ് കണ്ടീഷൻ ഓഫ് ക്രൈസ്റ്റ് മില്ലേനിയം. നേരത്തെ നമ്മൾ ചിന്തിച്ചത് പൊതുവായിട്ടുള്ള ചില സംഗതികളായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് ആരാധനയുമായി, വർഷിപ്പുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ആദ്യം അതിനു മുമ്പായിട്ട് കാണുകയുണ്ടായി ദ ജിയോഗ്രഫി, യേശുക്രിസ്തുവിന്റെ ഭരണസമയത്തെ, സഹസ്രാബ്ദകാലത്തെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥകളെ കുറിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ആത്മീയ അവസ്ഥകളെ കുറിച്ചാണ്. ആത്മീയ അവസ്ഥകളിൽ നമ്മൾ കണ്ടത് എന്തൊക്കെ നമ്മളതിൽ കണ്ടു എന്ന് ഓർമ്മയുണ്ടോ? Unified worship, yeah, messianic religion, and Jews will become missionaries to the Gentiles. Absolutely. സ്തോത്രം.
അന്ന് ഏകീകൃതമായ ആരാധന ഉണ്ടാകും. അന്നത്തെ വിശ്വാസം, അന്നത്തെ ആത്മീയ അനുഭവം, ഇന്നത്തെ ഭാഷയിലാണ് പറയുന്നത്, അന്നത്തെ മതമായിരിക്കില്ലത്, എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു. അന്നത്തെ ഭക്തി, ആരാധന, ആത്മീയത എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇന്നത്തെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ദ ദെൻ റിലീജിയൻ, അന്നത്തെ മതം എന്ന് പറയുന്നത് മെസ്സിയാനിക് റിലീജിയൻ ആയിരിക്കും, മശിഹാ മതം. വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ പദത്തിന് വേണ്ടി, എന്നാൽ മനസ്സിലാകാനായിട്ട് ആ പദം തന്നെ ഞാൻ ഉപയോഗിക്കുന്നെന്ന് മാത്രം. മശിഹൈക ആരാധന. അതുപോലെ അന്ന് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ കാലത്ത് യഹൂദന്മാർ they will serve as missionaries to the Gentiles. ജാതികൾക്ക് യഹൂദന്മാർ സുവിശേഷകരായിട്ട് തീരും. അതായത് അവർ ജാതികളെ ഉപദേശിക്കും യഹോവയെ അറിയുക എന്ന്. അതാണ് അന്നത്തെ മിഷണറീസ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. യഹോവയെ അറിയുക, മശിഹായെ അറിയുക എന്ന് സകല ജാതികളോടും അവർ അന്ന് ഉപദേശിക്കും. അതാണ് നാം അവർ മിഷണറിമാരായിരിക്കും എന്ന് പറഞ്ഞതിന്റെ സാരം. സ്തോത്രം. അപ്പോൾ അവരുടെ മതപരമായ അന്നത്തെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ കാണുന്നു. യെരുശലേം കേന്ദ്രീകരിച്ച് മശിഹയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ സംവിധാനം, ഏകീകൃതമായ ആരാധന, പലതരത്തിലെ ദൈവങ്ങളും ആരാധനകളും ആരാധനാ ആലയങ്ങളും ഒന്നും ഉണ്ടാവില്ല. സ്തോത്രം. ഒറ്റ വിശ്വാസമുള്ളവരായി, ഒറ്റ ആചാരമുള്ളവരായി, സ്തോത്രം, ഏറെ മനോഹരമായ നിലയിൽ അവര് ആയിരിക്കുമെന്ന് നമ്മൾ കാണുന്നു. സ്തോത്രം. ഇനിയും അതേ വിഷയത്തിൽ നമുക്ക് മുൻപോട്ട് നോക്കാം. അതിൽ നോക്കുന്നത് എക്കാലവും ആത്മീയതയുടെ, പ്രത്യേകിച്ച് ഇസ്രായേലിയ ആത്മീയതയുടെ കേന്ദ്രസ്ഥാനം നമുക്കറിയാം എന്തായിരുന്നു എന്ന്, അല്ലെ? ദ സെന്റർ ഓഫ് ഇസ്രായേലൈറ്റ് റിലീജിയൻ, മെസ്സായ. One God. One God. The center, not the key theme, but The temple? center of, yes, of course, the temple. It was the temple. അതുകൊണ്ട് നാം ഇനിയും നോക്കാൻ പോകുന്നത് ദ മില്ലേനിയൽ ടെമ്പിൾ എന്നുള്ളതാണ്. സഹസ്രാബ്ദകാല ദേവാലയം. യഹൂദന്റെ ആരാധനയിലെ, യഹൂദന്റെ മതവിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അവരുടെ ആരാധനാലയം എന്നുള്ളത്. അവരുടെ ആലയം, ദ ടെമ്പിൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം തിരുവെഴുത്തിൽ നോക്കിയാൽ എത്ര ദേവാലയങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ അത്യാവശ്യമല്ല, എന്നാൽ നമ്മളുടെ അറിവിലേക്ക് ഈ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. How many temples we know from the Bible? ശലോമോന്റെ ദേവാലയം എത്ര എണ്ണം ഉണ്ടെന്ന് ഒന്ന് എണ്ണി പറഞ്ഞു. പിന്നെ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. Garden അല്ല, of നമ്മൾ സമാഗമന കൂടാരത്തെ ടെമ്പിളായിട്ട് കൂട്ടുന്നുണ്ടോ?
തീർച്ചയായിട്ടും. Okay. Garden of Eden was considered by some people as one of the temples, and definitely tabernacle was there, and the temple built by Solomon, the temple built by Zerubbabel, then the temple built by Herod, and then our body is considered to be a temple of God. Okay, good. Sayan brother. Anything else? The millennial temple. Okay. So we can. പിന്നെ ഒറിജിനൽ ആയിട്ട് ടെമ്പിൾ സ്വർഗത്തിലുണ്ട്. ഓക്കെ, ഭൂമിയിലെ നോക്കിയാൽ മതി നമുക്കിപ്പോ. പീഡനകാലത്ത് ഒരു ടെമ്പിൾ ജെറൂസലേമിൽ പണിയുമല്ലോ. അതെ. Okay, good. We can divide a temple into two. First of all, the major division, it is two. പ്രധാനമായും നമുക്ക് ദേവാലയത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് നെസസറി ഇൻ the interpretation of the book of Revelation, but we are taking these also for our understanding. So major two divisions of the temple. One is a literal temple and the other one is metaphorical or representational or spiritual. രണ്ടായിട്ട് പ്രധാനമായും നമുക്ക് ദേവാലയം എന്നതിനെ വിഭജിക്കാം. ഒന്നാമത്തേത് അക്ഷരീയമായ ദേവാലയം, ഭൂമിയിലെ കാര്യമാണ് അക്ഷരീയമായ ദേവാലയം. രണ്ട്, സദൃശ്യപരമായ അല്ലെങ്കിൽ ദൃഷ്ടാന്തപരമായ പ്രതിരൂപകമായ, അതുമല്ലെങ്കിൽ ആത്മീയമായ ആലയം. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് പ്രധാനമായും ദേവാലയത്തെ തിരിക്കാം. അതിൽ നമ്മൾ ഇവിടെ നോക്കുന്നത് ലിറ്ററൽ ടെമ്പിൾ, അക്ഷരീയമായ ദേവാലയത്തെ കുറിച്ചാണ്. ഈ അക്ഷരീയ ദേവാലയം നമ്മൾ എടുക്കുന്നത് ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണ്. അതിനു മുമ്പ് ചിലർ സാദൃശ്യമായിട്ടൊക്കെ പറയുന്നതാണ്. നമ്മൾ മുമ്പേ സയാൻ ബ്രദർ പറഞ്ഞ അതുപോലെ ഏദനെയൊക്കെ. But we are taking it literally. So when we take a temple literally, it begins from the traveling temple, which is known as the tabernacle or the tent of meeting. അക്ഷരീയമായി നമ്മൾ ഇതിനെ കാണുന്നത് കൊണ്ട് ഇത് ഇസ്രായേലിനോട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ദേവാലയമായിട്ട് കാണാം. അത് സമാഗമന കൂടാരത്തിൽ ആണ് തുടങ്ങുന്നത്. വേഗത്തിൽ ഞാനൊന്ന് പറയാം. സമാഗമന കൂടാരം, ഇസ്രായേലിനോടുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമാഗമന കൂടാരം. പിന്നെ വാഗ്ദത്ത നാട്ടിൽ എത്തിയ ശേഷം ഏതാണ്ട് 300 ചില്ലുവാനും വർഷം ഉണ്ടായിരുന്ന ഷീലോവിലെ ദേവാലയം. 3, ശലോമോന്റെ ദേവാലയം. 4, സെരുബാബേലിന്റെ ദേവാലയം. സെരുബാബേലിന്റെ ദേവാലയത്തെ തന്നെ റെനോവേറ്റ് ചെയ്തതാണ്, പുതുക്കി പണിതതാണ് ഹെരോദിന്റെ ദേവാലയം എന്ന് പറയുന്നത്. പിന്നെ മഹാപീഡനകാല ദേവാലയം, സഹസ്രാബ്ദകാല ദേവാലയം. ഇങ്ങനെ അക്ഷരീയ ദേവാലയങ്ങളെ നമുക്ക് 6 കാണാം. So literal temple, we can see
it as 6, beginning from the tabernacle, the traveling temple. 40 വർഷം ഇസ്രായേലിനോട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ദേവാലയം. 40 വർഷം ഇസ്രായേലിനോട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ദേവാലയം. സ്തോത്രം. So the traveling temple, all through the 40 years of wilderness journey, actually speaking about 38 plus years, not the whole of the 40 years. Almost after 1 year of their exodus, God commanded them to build a temple or a tabernacle. അവരുടെ പുറപ്പാടിന് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് സീനായിൽ ദൈവം അവർക്ക് സമാഗമന കൂടാരത്തിന്റെ കൽപ്പനയും ഒക്കെ കൊടുക്കുന്നത്. So we can say 38 plus years. 38ഓളം വർഷങ്ങളാണ് ഈ സമാഗമന കൂടാരം ഇസ്രായേലിനോടൊപ്പം യാത്ര ചെയ്തത്. എന്നാൽ അവരുടെ യാത്ര 40 വർഷമായിരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് ഉറപ്പിക്കാം. 40 വർഷത്തെ ഇസ്രായേലിന്റെ മരുഭൂയാത്രയിൽ അവരെ അനുഗമിച്ച, അല്ല അവരുടെ നടുവിൽ അവരോടൊപ്പം സഞ്ചരിച്ച കൂടാരം എന്ന്. സ്തോത്രം. ഏതാണ്ട് 1500കളിലാണ് BC 1500 ആയിരുന്നു അവരുടെ എക്സോഡസ്. അപ്പോൾ ഏതാണ്ട് ആ സമയങ്ങളിലാണ് ആ ഒരു ദേവാലയം ഉണ്ടായിരുന്നത്. ആ ദേവാലയം ഉണ്ടായിരുന്നത്. നാം രണ്ടാമതായിട്ട് കാണുന്നത് the tabernacle or the temple, we can say, at Shiloh. ഷീലോവിലെ ദേവാലയം. ഷീലോവിലെ ദേവാലയം. It was there almost for 369 years after the conquest, till another conquest of the temple and ark by the Philistines. By the Philistines. 369 വർഷങ്ങൾ യഹൂദന്റെ ആലയം ഷീലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. That was not actually tabernacle, just tent, nor a pakka building, a building like that of Jerusalem temple. ഇത് മരുഭൂമിയിൽ അവരോടൊപ്പം യാത്ര ചെയ്ത ഒരു കൂടാരമല്ലായിരുന്നു. അപ്പോൾ തന്നെ യെരുശലേം ദേവാലയം പോലെ ഒരു വലിയ സൗധവുമല്ലായിരുന്നു. ഇതിനിടയിൽ ഉള്ള അവിടുത്തെ പ്രത്യേകത, it was not changed time and again. That was almost permanent there for almost 4 centuries or 3.5 centuries. 3.5 നൂറ്റാണ്ടിൽ പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാതെ ഒരിടത്ത് തന്നെ അവരുടെ ആലയം നിലനിന്നിരുന്നു. നമുക്ക് ഷീലോവിലെ ദേവാലയത്തെ കുറിച്ചൊക്കെ കൂടുതലും അറിയാവുന്നത് ഓർമ്മ വരുന്നുണ്ടോ? ശമൂവേലിന്റെ. അതെ, സ്തോത്രം. അതെ, ഹന്ന പ്രാർത്ഥിച്ച ദേവാലയം. എല്ലാ വർഷവും ഹന്നയും ഭർത്താവും കൂടെ പോകുമായിരുന്ന ദേവാലയം. ഏലി മഹാപുരോഹിതൻ പാർത്ത് ശുശ്രൂഷിച്ച ദേവാലയം. പ്രാർത്ഥിച്ചു കിട്ടിയ ശമൂവേലിനെ ശുശ്രൂഷയ്ക്കായി ഹന്ന കൊണ്ടാക്കിയ ദേവാലയം.
അങ്ങനെയൊക്കെ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് ഷീലോവിലെ ദേവാലയം. ഫസ്റ്റ് സാമുവേൽ ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ഷീലോവിലായിരുന്നു ആ ദേവാലയം. അങ്ങനെ ശമൂവേലൊക്കെ അവിടെ ഉള്ള സമയത്താണ്. അപ്പോൾ ഇത് എന്നു മുതലാ? ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ എത്തിയത് മുതൽ. Okay, beginning from the conquest of the promised land, or Israel entering into Canaan. കനാൻ നാട്ടിലേക്ക് ഇസ്രായേലിന്റെ പ്രവേശനം മുതൽ എന്നുവരെ ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെടുന്നത് വരെ നമ്മുടെ ഇടയിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇന്നലെ ഞാൻ എവിടെയോ അതോ മറ്റൊരു ക്ലാസ്സിലായിരുന്നു ഞാൻ പറയുകയുണ്ടായി. ഹൊഫ്നിയുടെയും ഫീനഹാസിന്റെയും ഒക്കെ കാലത്ത്, ശമൂവേൽ എന്ന ബാലനായിരിക്കുന്ന സമയത്ത് ഇസ്രായേലും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധമുണ്ടായി. ഇസ്രായേൽ തോറ്റു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തോൽവി, the Ark of the Covenant was captured. നിയമപ്പെട്ടകം പിടിക്കപ്പെട്ടു. ഫെലിസ്ത്യർ അത് കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. ദാഗോൻ വാസ് ദ ഫിലിസ്റ്റൈൻ ഗോഡ്. ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം ദാഗോന്റെ ബിംബം പെട്ടകത്തിന്റെ മുമ്പിൽ നമസ്കരിച്ച് കിടക്കുന്നു. അതിനെ നൂത്തൊക്കെ വെച്ചു. അടുത്ത ദിവസം വീണ്ടും ചെന്ന് നോക്കിയപ്പം വീണ് കിടക്കുക മാത്രമല്ല, ബ്രോക്കൺ ഇൻ ടു പീസസ്. ദാഗോന്റെ ബിംബം പല കഷണങ്ങളായി മുറിഞ്ഞു കിടക്കുന്നു. അതിനുശേഷം അവർ ആ പെട്ടകം പേടിച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചു. ഇസ്രായേലിലേക്ക് 2 പശുക്കളെ കെട്ടിയ, നമുക്കതൊക്കെ അറിയാമല്ലോ. 1 ശമൂവേലിന്റെ ആദ്യത്തെ അധ്യായങ്ങളിലാണ് നാം കാണുന്നത്. ഷീലോവിലായിരുന്നു ആ ദേവാലയമെന്ന് ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നിട്ട് ഈ പറഞ്ഞത് 5-ാം അധ്യായത്തില, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 5, 1 ശമൂവേൽ 5-ാമത്തെ അധ്യായത്തിലാണ് നാം കാണുന്നത്. ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യർ എടുത്ത് ഏബനേസറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി ആ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ആ കാര്യങ്ങൾ നാം അവിടെ കാണുന്നുണ്ട്. 6:1 ഫസ്റ്റ് സാമുവേൽ 6-ാം അധ്യായം, 1 ശമൂവേൽ 6:1 നമ്മൾ കാണുന്നു. മറ്റൊരു ശബ്ദം കൂടെ കേൾക്കാം, ഒന്ന് വായിച്ചു. The ark of the Lord was in the country of the Philistines 7 months. And the Philistines 7 മാസം 7 മാസം ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു. ഇനിയും വേഴ്സ് നമ്പർ 8. എട്ടാം വാക്യം. And take the ark of the Lord and place it on the cart, and put in a box at its side the figures of gold which you are returning to him as a guilt offering. Then send it off and let it go its way, and watch. If it goes up on the way to its own land to Beth Shemesh, then it is he who has done us this great harm. But if not, then we shall know that it is not his hand that struck us. It happened to us by coincidence. സ്തോത്രം. ബേത്ത് ഷെമേഷ് എന്ന സ്ഥലത്തേക്ക് ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം തിരിച്ചയച്ചു. അതിന്റെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊന്നും വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ബേത്ത്ഷേം എന്ന് പറയുന്ന സ്ഥലത്ത്, ബേത്ത് ഷെമേഷ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇസ്രായേലിലാണ് ഇത്
ഈ പെട്ടകം തിരിച്ചു ചെന്നു. അതിനുശേഷം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 7:1. And the men of Kiriath Jearim came and took up the ark of the Lord and brought it to the house of Abinadab on the hill. And they consecrated his son Eleazar to have charge of the ark of the Lord. സ്തോത്രം. അവിടുന്ന് നാം അവിടെ വായിക്കുന്നത് കിരിയത്ത് യയായീമിൽ അവിടെയുള്ള ഒരു കുന്നിൻ മുകളിലെ അബീനാദാബിന്റെ വീട്ടിലേക്ക് ഈ പെട്ടകം മാറ്റി. See, the temple, the most important, the central to, the very center to their worship is the temple, and the core of the temple is the Holy of Holies. The nucleus of the Holy of Holies is the very Ark of the Covenant. Because it is with the Ark of the Covenant God's presence resides. ഇസ്രായേലിന്റെ മതവിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമാണ് അവരുടെ ആരാധനാലയം. അത് യെരുശലേമിൽ തന്നെയാകാവൂ, വേറെ ഒരിടത്ത് പണിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ വേറെ എങ്ങും ആലയം പണിയാത്തത്. അവിടെ മാത്രമേ ആകാവൂ, അവിടെ മാത്രമേ ആകാവൂ. സ്തോത്രം. കേൾക്കാമല്ലോ? ഓക്കെ, അവിടെ മാത്രം. അപ്പൊ യെരുശലേം ദേവാലയമാണ് ഇസ്രായേലിന്റെ ആരാധനയുടെ കേന്ദ്രസ്ഥാനം. ആലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലം. വാട്ട് മേക്സ് ഹോളി ഓഫ് ഹോളീസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്? അതിവിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലമായി മാറ്റുന്നത് നിയമപെട്ടകമാണ്, ആർക്ക് ഓഫ് ദ കവനന്റ്. കാരണം ഈ പെട്ടകത്തോടൊപ്പമാണ് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആരാധനയിലെ ഏറ്റവും പ്രധാന ഘടകം ദൈവസാന്നിധ്യം തന്നെ. സ്തോത്രം. അത് അന്ന് അവർക്ക് അനുഭവവേദ്യമായിരുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ ഇട്ടുവച്ചിരിക്കുന്ന നിയമപ്പെട്ടകം അതിന്മേലാണ്. ആ പെട്ടകം ഇപ്പോൾ ശീലോവിലെ ദേവാലയത്തിൽ ഇല്ല. എന്നു മുതൽ അവിടെ ഉണ്ടായിരുന്നു? ഇസ്രായേൽ കനാൻ നാട്ടിൽ പ്രവേശിച്ചത് മുതൽ എന്നുവരെ നമ്മൾ ഈ 1 ശമൂവേൽ 5-ാം അധ്യായത്തിൽ കണ്ട ഫെലിസ്തീയർ ആ പെട്ടകം പിടിച്ചെടുക്കുന്നതുവരെ. പെട്ടകമില്ലെങ്കിൽ പിന്നീട് ദേവാലയമല്ല. ഏതായാലും അങ്ങനെ ആ പെട്ടകം ഇപ്പോൾ നാം 7-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ അബീനാദാബിന്റെ വീട്ടിലാണ്. പിന്നുള്ളതൊക്കെ നമുക്കറിയാം. ദാവീദ് രാജാവാകുന്നു. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദിനൊരു വലിയ പ്രയാസം. ഞാൻ തട്ടിട്ട വീട്ടിൽ പാർക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത വീട്ടിൽ, പല നിലകളുള്ള, പല സ്റ്റോറീസ് ഉള്ള വീട്ടിൽ പാർക്കുന്നു. ദൈവത്തിന്റെ പെട്ടകം കൂടാരത്തിനകത്തിരിക്കുന്നു. കൂടാരത്തിനകത്ത് അവര് ഒരു പാസ്റ്ററിനെയൊക്കെ ഹയർ ചെയ്താക്കിയിട്ടുണ്ട്. പാസ്റ്ററിനെയൊക്കെ അവിടെ ആക്കി. അതൊക്കെ നമ്മളിപ്പോ വായിച്ചല്ലോ. പക്ഷേ ദാവീദ് പെട്ടകം അവിടെ നിന്നും കൊണ്ടുവരുവാനായിട്ട് ഉള്ള ശ്രമം നടത്തിയതും കാളവണ്ടിയിൽ കൊണ്ടുവന്നതും ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഏതായാലും പെട്ടകം
അവിടെ നിന്നും കൊണ്ടുവന്നു. ദാവീദിന്റെ പട്ടണത്തിൽ കൊണ്ടുവരാനായിരുന്നു. പക്ഷേ കാള വിരണ്ടു. പുരോഹിതൻ പട്ടകത്തെ താങ്ങിയ പുരോഹിതൻ മരിച്ചു. ഇത് കണ്ട് പേടിച്ച ദാവീദ് പറഞ്ഞു, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, വലിയ പ്രയാസ. അതുകൊണ്ട് അവിടെ കണ്ട ഒരു വീട്ടിൽ ഇറക്കി വെച്ചു. അങ്ങനെ അങ്ങ് പോയി. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഡാൻസ് കളിച്ചതും ആരാധനയിലൊക്കെ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പോകട്ടെ. അങ്ങനെ രണ്ടാമത്തെ ആലയം ഷീലോവിൽ. The third temple was the original temple built by Solomon. That is called Jerusalem Temple by Solomon. മൂന്നാമത്തെ ആലയമാണ് നമുക്കറിയാവുന്ന യെരുശലേം ദേവാലയം, ശലോമോന്റെ യെരുശലേം ദേവാലയം. സ്തോത്രം. ശലോമോന്റെ. 1 Kings chapter 8, 1 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായത്തിൽ നമുക്കതിനെ പറ്റിയൊക്കെ കാണാം. അങ്ങോട്ടും വിശദീകരണത്തിനായിട്ട് പോകുന്നില്ല. ശലോമോന്റെ ദേവാലയം. എന്നാൽ അത് നമുക്കറിയാം BC 606 ദാനിയേലിന്റെയും യഹസ്കേലിന്റെയും ഒക്കെ കാലം വന്നപ്പോൾ ബാബിലോണുകാർ യഹൂദയെ തോൽപ്പിച്ചു, യെരുശലേമിനെ പിടിച്ചടക്കി. അങ്ങനെ അവർ ദേവാലയം കൊള്ളയടിച്ചു, ദേവാലയം ഇടിച്ചു കളഞ്ഞു, ദേവാലയത്തിന് തീയിട്ടു. ഇതെല്ലാം 2 രാജാക്കന്മാർ അവസാന അധ്യായങ്ങളിലും 2 ദിനവൃത്താന്തം അവസാന അധ്യായങ്ങളിലും ഉണ്ട്. അതുകൂടാതെ യെരമ്യാവിന്റെ പുസ്തകത്തിലും ഒക്കെ നമുക്ക് കാണാം. As per 2 Kings last chapters and 2 Chronicles last chapters, this Jerusalem temple was looted and destroyed and set on fire by 606 BC during Nebuchadnezzar, the Babylonian king. അപ്പം ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദേവാലയം കൊള്ളയടിക്കപ്പെട്ടു, ഇടിച്ചു കളഞ്ഞു, തീ വെച്ച് ചുട്ടുകളഞ്ഞു. അങ്ങനെ ശലോമോന്റെ ദേവാലയം ഇടിഞ്ഞുപോയി. ഏതാണ്ട് BC 1000 തൊട്ട് ഈ BC റൗണ്ട് ഫിഗർ അങ്ങ് എടുക്കാം, 600 വരെ. Since or between BC 1000 and 600, this temple was there in Jerusalem. Next temple was that of Zerubbabel. 4-ാമത്തേതാണ് സെരുബാബേൽ പണിയിപ്പിച്ച ദേവാലയം. സഖരിയ പ്രവചനത്തിലും ഹഗ്ഗായി പ്രവചനത്തിലും നാം അത് കാണുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. In the books of Ezra, Haggai and Zechariah, we see about this particular temple built by Zerubbabel, rebuilt by Zerubbabel. പുനഃസ്ഥാപിച്ച, പുതുക്കിപ്പണിത ഈ ദേവാലയത്തെ കുറിച്ച് നമുക്ക് എസ്രായുടെ പുസ്തകത്തിലും വേറെയുമുണ്ട്. പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് എസ്ര, ഹഗ്ഗായി, സഖരിയാവ് എന്നീ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച എന്ന പാട്ടിനകത്ത് നമ്മൾ അതേക്കുറിച്ച് പാടാറുണ്ട്. സൈന്യത്താലെ അല്ല,
ശക്തിയാലെ അല്ല എന്ന് സെരുബ്ബാബേലിനോട് ദൈവം സഖരിയ പ്രവാചകനിലൂടെ അരുളി ചെയ്ത സഖരിയ 4-ാം അധ്യായത്തിൽ കാണുന്ന കാര്യം 4-7 മുതൽക്കുള്ള അല്ലെങ്കിൽ 6 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല. പിന്നെ എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ സെരുബ്ബാബേൽ അതിന് ആണിക്കല്ല് കയറ്റും. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കെട്ടിടം പണിയുന്ന ആദ്യത്തെ കല്ല് പ്രധാന മൂലക്കല്ലും ഏറ്റവും ഒടുവിലത്തെ പണി തീർക്കുന്ന കല്ല് ആണിക്കല്ലും ആണെന്ന്. ദ ചീഫ് കോർണർ സ്റ്റോൺ ആൻഡ് ദ ക്യാപ്സ്റ്റോൺ. അത് സെരുബ്ബാബേലിന്റെ ദേവാലയത്തെ കുറിച്ചുള്ള സൂചനകളാണ്. സെരുബ്ബാബേലിന്റെ അതാണ് പിന്നീട് ഹെരോദ രാജാവ് പുതുക്കി പണിതത്. ഹെരോദേസ്, ദ കിങ് ഹെരോദേസ് or Herod, he renovated, he modified, beautified this temple. ഈ ദേവാലയത്തെ സെരുബ്ബാബേൽ പണിത ഈ ദേവാലയത്തെ തന്നെയാണ് പിൽക്കാലത്ത് ഈ എന്താണ് പറയുന്നത്, ഹെരോദാവ് മനോഹരമാക്കി തീർത്തത്. യേശുക്രിസ്തുവിന്റെ കാലത്തെ ദേവാലയവും അതായിരുന്നു. അത് ഈ പറഞ്ഞ ഏതാണ്ട് 520 അല്ലെങ്കിൽ 515 എന്ന് പറയാം, BC 515 മുതൽ AD 70 വരെ, BC 515 to 515 പൂർത്തീകരിക്കപ്പെടുന്നത് to AD 70. 515 516 515 കാലഘട്ടം മുതൽ AD 70 വരെ ഉള്ള സമയത്താണ് ഈ ദേവാലയം ഉണ്ടായിരുന്നത്. ഈ ദേവാലയം ദ നെക്സ്റ്റ് ടെമ്പിൾ, ഇപ്പൊ നമുക്കറിയാം AD 70 ശേഷം, AD 70 ശേഷം ഇതുവരെയും അവർക്ക് ദേവാലയം ഇല്ല, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ. എന്നാൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്, എതിർ ക്രിസ്തു, കള്ളക്രിസ്തു, അവൻ വന്ന് ഇസ്രായേലുമായിട്ടൊരു ട്രീറ്റി, ഒരു സമാധാന കരാറുണ്ടാക്കും. അവൻ പലരോടും നിയമം ചെയ്യും എന്ന് നമ്മൾ വായിക്കുന്നു. നിയമം ചെയ്യുമെന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുമെന്ന്. അവൻ ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന്, ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത നാട് അതേ വലിപ്പത്തിൽ അവർക്ക് തിരികെ കൊടുക്കാമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതുപോലെ പലസ്തീനുമായിട്ടായാലും ഗാസയിലേതായാലും ഹമാസുമായിട്ടാണെങ്കിലും ഒക്കെ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം മൊത്തം അവരുടെ പക്കൽ ഇപ്പോൾ ഇല്ല. അവരുടെ കൈവശമില്ലാത്തതും അവർക്ക് അവകാശപ്പെട്ടതുമായ ദേശം തിരിച്ചു പിടിക്കുക എന്നതാണ് അവരുടെ ഈ നീണ്ടകാല യുദ്ധങ്ങളുടെയൊക്കെ ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യമാണ് ഞങ്ങളുടെ ആത്മീയതയുടെ കേന്ദ്ര ബിന്ദുവായ ദേവാലയം പണിയപ്പെടുക. ഈ 2 കാര്യങ്ങൾക്ക് എതിർ ക്രിസ്തു കൂട്ടുനിൽക്കും. ആ വിഷയത്തിൽ അവർ തമ്മിൽ സന്ധി ചെയ്യും. അങ്ങനെ മഹാപീഡന കാലത്ത് ഒരു ദേവാലയം പണിയപ്പെടും.
എതിർ ക്രിസ്തു പണിത് കൊടുക്കും. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ദാനിയേൽ 9:27 വാക്യത്തിൽ വായിക്കുന്നത്. ശൂന്യമാക്കുന്ന എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ദാനിയേൽ 9:27. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. സ്തോത്രം. മത്തായി 24:12 വാക്യത്തിലും ഇതേ കാര്യം യേശുക്രിസ്തു എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന്. 15 വാക്യം. ഓക്കെ, വായിച്ചോ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. മതി. അപ്പോൾ ദാനിയേല് പറഞ്ഞു, ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. ദേവാലയത്തിൽ, യെരൂശലേം ദേവാലയത്തിൽ ആരാധന നിർത്തലാക്കും. എന്നിട്ട് യെരൂശലേം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് പോലും ഇവൻ അവന്റെ വിഗ്രഹം കൊണ്ടുവന്ന് സ്ഥാപിക്കും. അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. So by the middle of the 70th week, Antichrist will stop worships or sacrifices to the Lord in the temple. That means during his reign there will be a temple. And also he will put his own image, maybe a robotic image, a talking image, a speaking idol in the Holy of Holies, as we read from Daniel 9:27 and Matthew 24:15. അപ്പോൾ അവിടെ ഒരു മഹാപീഡനകാല ദേവാലയം ഉണ്ടായിരിക്കും. And finally, the millennial temple. ഒടുവിലായി പണിയപ്പെടുന്ന ഉണ്ടായിരിക്കുന്ന ദേവാലയമാണ് സഹസ്രാബ്ദ ദേവാലയം. അത് പഴയ ദേവാലയം, മഹാപീഡനകാലത്തെ ദേവാലയം തന്നെ ശുദ്ധീകരിച്ചെടുക്കുന്നതാണോ അതോ പുതുതായി പണിയുന്നതായിരിക്കുമോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. എന്നാലും അതിനെ രണ്ടായിട്ട് തന്നെ നമുക്ക് കാണുന്നതാണ് നല്ലത്. സഹസ്രാബ്ദകാല ദേവാലയം, സഹസ്രാബ്ദകാല ദേവാലയം, അതിനെക്കുറിച്ചാണ് നാം ഇന്നലെയും വായിച്ചായിരുന്നു. യെഹെസ്കേൽ അവസാനത്തെ അധ്യായങ്ങളിൽ, സ്തോത്രം, അവസാനത്തെ അധ്യായങ്ങളിൽ മിക്കവാറും മഹാപീഡനകാലത്തെ ദേവാലയം മഹാപീഡനത്തിന്റെ അവസാന സമയത്തോടുകൂടെ ഇടിഞ്ഞു പോകാനാണ് സാധ്യത. അർമഗദ്ദോൻ യുദ്ധത്തോടുകൂടെ അത് തീർന്നു പോകാനാണ് സാധ്യത. എന്നിട്ട് ഒടുവിലത്തെ ദേവാലയം, ദ മില്ലേനിയൽ ടെമ്പിൾ, സഹസ്രാബ്ദകാല ദേവാലയം സ്ഥാപിക്കപ്പെടും. യെഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടു 40 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങൾ. എസെക്കിയേൽ ചാപ്റ്റേഴ്സ് 40 to 48 സ്പീക്ക് അബൌട്ട് ദിസ് ടെമ്പിൾ. ഈ ദേവാലയത്തെ കുറിച്ചാണ് യെഹെസ്കേൽ 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. പിന്നെ ഐശയ്യാ ചാപ്റ്റർ 2 വേഴ്സ് 3, യെശയ്യാവ് 2:3 വാക്യം.
60 verse 13, 60-ാം അധ്യായം 13-ാമത്തെ വാക്യം. Daniel 9:24, ദാനിയേൽ 9:24. Joel 3:18, യോവേൽ 3:18. And Haggai 2 verses 7 to 9. ഹഗ്ഗായി 2-ാമത്തെ അധ്യായം 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അക്ഷരീയ ദേവാലയം എത്ര എണ്ണം നമുക്ക് കാണാൻ പറ്റും? എത്ര എണ്ണമായി? 6. 6. ഒന്ന്, സഞ്ചരിക്കുന്ന സമാഗമന കൂടാരം. 2, ശീലോവിലെ. 3, ശലോമോന്റെ ദേവാലയം. 4, സെറുബാബേലിൻ്റെത്. 5, മഹാപീഡനകാലത്തെ ദേവാലയം. 6, സഹസ്രാബ്ദകാലത്തെ ദേവാലയം. ഇങ്ങനെ 6 അക്ഷരീയ ദേവാലയങ്ങൾ. So the renovated Herod's temple we are taking as same. Same as Zerubbabel's. പിൽക്കാലത്ത് അതിനെ ഹെരോദാവിന്റെ ദേവാലയം എന്നാണ് വിളിച്ചു വന്നിരുന്നത്. ബട്ട് ദ സെയിം ടെമ്പിൾ. പുതുതായിട്ട് പണിതില്ല, റെനോവേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ അക്ഷരീയ ദേവാലയങ്ങൾ 6. അതിൽ ഈ സഹസ്രാബ്ദ കാലത്തെ ദേവാലയം കർത്താവായ യേശുവിന്റെ ഭരണകാലത്ത് ഭൂമിയിൽ പണിയപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ദേവാലയമായിരിക്കും. സ്തോത്രം. ഇനി അറിവിലേക്കായിട്ട് പറയാം. ആത്മീയ അർത്ഥത്തിൽ ഒരു 4 ആലയങ്ങളെ നമുക്ക് കാണാം. 4 ദേവാലയങ്ങൾ. Metaphorically speaking, spiritually speaking, there are 4 more temples. ഏതൊക്കെയാണെന്ന് ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റും? ഒന്ന് പറയാമോ? Our body. ഓക്കെ, ദൈവസഭ, അവർ ബോഡി. പിന്നെ ശരിയാണ്. അതിൽ ഒന്നാമത്തേതാണ് ദ വെരി ഫിസിക്കൽ ബോഡി ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ ശരീരമെന്ന മന്ദിരം. കർത്താവ് പറഞ്ഞല്ലോ, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനിതിനെ 3 ദിവസം കൊണ്ട് പണിയാം. സ്തോത്രം, പണിയാം. ജോൺ 2:21, യോഹന്നാൻ 2:21 വാക്യം. നമുക്കറിയാവുന്നതാണെങ്കിലും ഒന്ന് വായിച്ചോളൂ. അവനോ തന്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. ശരീരമെന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ആൾക്കാർ വിചാരിച്ചു ഇത് യെരുശലേം ദേവാലയത്തെ കുറിച്ചാണെന്ന്. അല്ല. അന്നേരമാ പറഞ്ഞത്, നീ 3 ദിവസം കൊണ്ട് പണിയുമോ? ഞങ്ങളുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ ഹെരോദാവ് 46 കൊല്ലം കൊണ്ട് പണിതതാണ്. So the temple, the first metaphorical temple was the physical body of Jesus Christ, as we read from John chapter 2:21. Second, രണ്ടാമത്തേതാണ്, as you said, the Church of God. That means the universal Church of God. സാർവത്രികമായ സഭ, the bride of Christ. ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടിയായ സഭ.
സ്തോത്രം. മണവാട്ടിയായ സഭ. അതിനെക്കുറിച്ചാണ് നാം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 21, 22 വാക്യങ്ങൾ 20 തൊട്ട് തന്നെ ഉണ്ട്. 20, 21 and 22 എഫേഷ്യൻസ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സ്തോത്രം. അതേ കാര്യം തന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ 4 തൊട്ട് ഏതാണ്ട് 10 വരെയുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് Peter chapter 2 verses from 4 following, 4 to 10 at least. Peter also says the same. It's about the universal church. Christ is the chief cornerstone. Apostles and prophets are the foundations. That means their teachings. And we are each and every brick. നമ്മളൊക്കെ അതിലെ ഓരോ ഇഷ്ടികകളാണ്, കല്ലുകളാണ്. Universal church is also the temple. Third one is the local church. 3-ാമത്തേതാണ് പ്രാദേശിക സഭകളും ദൈവത്തിന്റെ ആലയങ്ങളാണ്. സ്തോത്രം. പ്രാദേശിക സഭ. 1 Corinthians chapter 3, 16 and 17. 1 കൊരിന്ത്യർ 3-ന്റെ 16, 17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. സ്തോത്രം. ഇത് പ്രാദേശിക സഭയെ കുറിച്ച് പറയുന്നത്. ലോക്കൽ ചർച്ച്. Each and every local church also is the temple of God. And finally, the body of individual Christian. ഇപ്പോഴത്തെ തന്നെ റെഫറൻസ് ആണോ? 1 Corinthians chapter 3, 16 and 17. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16, 17 വാക്യങ്ങളാണ് പ്രാദേശിക സഭ, ലോക്കൽ ചർച്ചസ്. ദൈവത്തിന്റെ മന്ദിരമാണ്, അല്ല ദൈവത്തിന്റെ ആലയമാണെന്നതിനുള്ള റെഫറൻസ്. 4-ാമത്തേതാണ് ഓരോ ക്രിസ്തുവിശ്വാസിയുടെയും ശരീരം. The very body of individual Christian is the temple of God. 1 Corinthians chapter 6, 19 and 20. 1 കൊരിന്ത്യർ 6-ന്റെ 19, 20 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. സ്തോത്രം. നമ്മുടെ ശരീരം, ഓരോ ക്രിസ്തുവിശ്വാസിയുടെയും ഈ ഭൗതിക ശരീരം, ദിസ് മെറ്റീരിയൽ ഫിസിക്കൽ ബോഡി ഓഫ് എവറി ക്രിസ്ത്യൻ, ആണോ പെണ്ണോ, മുതിർന്നവരോ പ്രായം കുറഞ്ഞവരോ, പാസ്റ്ററോ ലീഡറോ ആരുമാകട്ടെ, രക്ഷിക്കപ്പെട്ട ഓരോ ക്രിസ്തുവിശ്വാസിയുടെയും ശരീരം ദൈവത്തിന്റെ ആലയമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആലയമാണ്. ഇങ്ങനെ
6 4 10 ടെമ്പിൾസ്, ദേവാലയങ്ങളെ കാണാം. പക്ഷെ അതിനെ നമ്മൾ രണ്ടായിട്ട് പഠന സൗകര്യാർത്ഥം തിരിച്ചു. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത് അക്ഷരീയമായ സഹസ്രാബ്ദ കാലത്തെ ദേവാലയത്തെ കുറിച്ചാണ്. സ്തോത്രം. അതിൽ അപ്പൊ ഈ എന്തോ വെളിപ്പാട് അരുള- വെളിപ്പാട് 21:3 മനുഷ്യരോട് കൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം, അത് ഈ സഹസ്രാബ്ദകാലം ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലല്ലോ? അല്ല, നിത്യതയെ കുറിച്ച്. അത് അന്നേരം അതൊരു കൂടാരമാണോ, ദേവാലയമാണോ? അത് അല്ല, ഈ ഭൂമിയിലേതല്ല. ഓക്കെ. അത് നിത്യത, നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് കൂടെ വസിക്കുന്ന ആ നിത്യതയാ. ഈ ഭൂമിയിലെ ദേവാലയം അല്ലത്. അവിടെ ഈ ദേവാലയം പോലെ ഒരു പ്രത്യേക ദേവാലയ ഘടനയില്ല. ആത്മീയമായ ഒരു ഘടന നമുക്കവിടെ കാണാം. എന്നാൽ 21-ാം അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഓക്കെ, അവിടെ മന്ദിരം അവിടെ ഇല്ല. ആരാ പിന്നെ മന്ദിരം? നമ്മുടെ വായിക്കുന്നുണ്ട്, ഗോഡ്, യേശുക്രിസ്തു തന്നെ മന്ദിരം. ശക്തിയുള്ള അതെ, സ്തോത്രം. അപ്പൊ അത് ഈ ഭൂമിയിലെ കാര്യമല്ല. ഉതുവാന ഭൂമികളിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന സ്വർഗീയ പുതിയ യെരുശലേമിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മളിവിടെ അക്ഷരീയ ദേവാലയത്തിൽ എടുക്കുന്നില്ല. ഓക്കെ. മറ്റെന്തെങ്കിലും സംശയം? ഇത്രയും പറഞ്ഞ സ്വർഗത്തിലെ കാര്യങ്ങൾ. ദേവാലയത്തിന്റെ അതേ മാതൃക ഇല്ലയോ ആ സമാഗമന കൂടാരം? മീൻസ് അളവൊക്കെ അതുപോലെ മോശയ്ക്ക് കൊടുത്തെന്ന് പറയുന്നത്. അതെ, അളവ് സ്വർഗത്തിലെ അളവല്ല, മാതൃക എന്നേ ഉള്ളൂ. റൈറ്റ്. ആ മാതൃക എന്ന് പറയുന്നത് അതിന്റെ ഘടനയാ, അളവിലല്ല. അളവിലാകുമ്പം ഇത്രയും ഒരു ചെറിയ കൂടാരം എന്നവരേ ഉള്ളൂ. അല്ല, അപ്പൊ മാതൃക എന്ന് പറയുന്നത് ആണ് നാം വെളിപ്പാട് 21-ലേക്ക് വരുമ്പോഴും ഉള്ളത്. കുഞ്ഞാട് അതിന്റെ മന്ദിരമായിരുന്നു കൊണ്ട്, അതായത് ദ ന്യൂക്ലിയസ് ഓഫ് ദ ടെമ്പിൾ, കുഞ്ഞാട് ഏറ്റവും പ്രധാനം. കുഞ്ഞാട് എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യം. ആ കുഞ്ഞാടിനോട്, ദൈവ സാന്നിധ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂട്ടർ ദൈവസഭ. അതിനു പുറത്ത് വിശുദ്ധ സ്ഥലം എന്നതുപോലെ യഹൂദന്മാർ, ഇസ്രായേൽ. അതിനും പുറത്ത് ജാതികൾ എന്നതുപോലെ, അല്ലെങ്കിൽ പ്രാകാരം എന്നതുപോലെ ജാതികൾ. ഘടനയാണ് അവിടുത്തെ വിഷയം, അളവോ മറ്റു കാര്യങ്ങളോ അല്ല. അത് നമുക്ക് കൂടുതലായിട്ട് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ജോൺ ശാമുവലച്ചൻ ഏതാണ്ട് ചോദിച്ചു. ജോണച്ചൻ വല്ലതും ചോദിച്ചായിരുന്നോ? ഞാൻ കേട്ടില്ല. പ്രാദേശിക സഭയുടെ റെഫറൻസ് പറഞ്ഞ 1 Corinthians 3:16, അത് ഇൻഡിവിജ്വലിനെ പറ്റി തന്നെയല്ലേ പറയാം, സഭയെ പറ്റിയല്ലോ? അല്ല 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 അത് പൊതുവെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗകരും തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. അത് പറയണമെന്ന് ഞാൻ കരുതിയെങ്കിലും ഒഴുക്കിലങ്ങ് പെട്ടുപോയി. മൂലഭാഷയിലും നാം അവിടെ വായിക്കുന്നത് പ്ലൂറലായിട്ടാണ്, ബഹുവചനത്തിലാണ്. നിങ്ങൾ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തെ, അല്ലെ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സഭയോടുള്ള ബന്ധത്തിലാണ്. ദൈവസഭയാണ് അവിടുത്തെ വിഷയം.
ദൈവമക്കളുടെ കൂട്ടത്തെയാണ് ബഹുവചന പ്രയോഗത്തിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിട്ടുള്ളത് എടുത്തു പറയുന്നു. നിങ്ങളുടെ ശരീരം, നിങ്ങൾ ഓരോരുത്തന്റെയും ശരീരമെന്ന് ഏകവചനത്തിലാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നത്. പൗലോസ് പറഞ്ഞു വരുന്നതും 3-ാം അധ്യായത്തിൽ സഭയെക്കുറിച്ചാണ്, എന്നാൽ 6-ാം അധ്യായത്തിൽ വ്യക്തി ജീവിതത്തെക്കുറിച്ച്. 3-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ ആലയം എന്നത് നമ്മുടെ ശരീരങ്ങളെ കുറിച്ചല്ല, അത് പ്രാദേശിക സഭയെക്കുറിച്ചാണ്. പ്രാദേശിക സഭയെക്കുറിച്ച്. അപ്പം സാർവത്രിക സഭ, പ്രാദേശിക സഭ, നമ്മുടെ ക്രിസ്തു വിശ്വാസികളുടെ വ്യക്തിപരമായ നിലയിൽ ശരീരം. ആ വാക്യം വെച്ചുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഉപവസിക്കാൻ പാടില്ല. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ഉപവസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ നശിപ്പിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, അതുകൊണ്ട് ഉപവസിക്കരുത്. ഈ ശരീരത്തെ ഒരു തരത്തിലും ദണ്ഡിപ്പിക്കരുത്, ഇത് ചോദിക്കുന്നതൊക്കെ കൊടുത്തോണം, അതിനെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തിക്കണം എന്ന് പലരും പഠിപ്പിക്കുന്നത് ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കട്ടെ? സഹസ്രാബ്ദ ദേവാലയത്തിൽ യാഗമുണ്ട്. നമ്മൾ അതിലേക്ക് വരുന്നു, ആരാധനയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ദൈവം എത്തിക്കുന്നെങ്കിൽ നമുക്ക് നാളെ ആ കാര്യം ചിന്തിക്കാം. ആരാധനാ സംവിധാനം ഈ ദേവാലയമൊക്കെ പുതുതു വരുമ്പോൾ നമ്മൾ ഈ പഴയ നിയമത്തിലെ ആചാരങ്ങൾ തിരികെ കൊണ്ടുവരുന്നത് പോലെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അതാണിപ്പം എബ്രഹാം ജോസഫ് പാസ്റ്റർ ചോദിച്ചത്. ഓക്കെ, അതിലേക്ക് നമുക്ക് നാളെ എത്താം, ദൈവം വെച്ചാൽ. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. കർത്താവ് തൻ്റെ ദേഹം എന്ന തിരശീലയെ ചിന്തി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടിയ പ്രവേശനം അനുവദിച്ചു. സ്തോത്രം. എന്നിട്ട് നമ്മുടെ ശരീരങ്ങളെ തൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയങ്ങളാക്കി മാറ്റി. ഈ ശരീരത്തെ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. അതുകൊണ്ടും കൂടെയാണ് ദൈവമക്കൾ ഈ ശരീരത്തിൽ ഈവൻ ആഭരണധാരണം പോലും നമ്മൾ വെടിയുന്നതിനുള്ള കാരണം. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കോസ്മെറ്റിക്സിന്റെ ഉപയോഗം ധാരാളം കൂടി വരുന്നുണ്ട്. ടാറ്റൂയിങ്ങും അതിലേക്ക് ഞാൻ വരികയായിരുന്നു. ടാറ്റൂയിങ്ങും ഈവൻ യേശുവിന്റെ നാമം തന്നെ ആയിക്കൊള്ളട്ടെ. ചിലരുണ്ട് ജീസസ്, ഗോഡ് ലവ്സ് യു, ചിലരാണെങ്കിൽ കുരിശ, ചിലർ യേശുവിന്റെ രൂപം കുത്തിവെക്കും. ഈ പച്ചകുത്തൽ ടാറ്റൂയിങ്ങും പാപമാകുന്നത് അതിന്റെ ഒരു കാരണം ഇതാണ്. സ്തോത്രം. അല്ല പക്ഷെ പച്ചകുത്തലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഭാവമായിട്ടില്ലയോ ദൈവസന്നിധിയിൽ വരുന്നത്? പിന്നെ എങ്ങനെ ഇവര് ആത്മാവിനെ ഇറക്കുന്നതൊക്കെ? തീർച്ചയായിട്ടും അതിന് അവര് പറയുന്നത് അത് പുതിയ നിയമത്തിലെ കൽപ്പനയല്ല, പഴയ നിയമത്തിലാണ് പച്ചകുത്തരുതെന്ന കൽപ്പന.
പഴയ നിയമം യേശു ക്രിസ്തു പൂർത്തീകരിച്ചു. ഇനിയും അതുകൊണ്ട് പഴയ നിയമത്തിലെ കൽപ്പനകൾ നമുക്ക് ബാധകമല്ല. ഇതാണ് പൊതുവെ ഇങ്ങനെയുള്ളവർ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ മത്തായി 5, 6, 7 അധ്യായങ്ങൾ, വിശേഷിച്ച് 5-ാം അധ്യായത്തിന്റെ 19 മുതൽക്കുള്ള വാക്യങ്ങൾ പഠിച്ച സമയത്ത് പഴയ നിയമത്തിലെ വിവിധ തരം കൽപ്പനകളെ പറ്റി കണ്ടു. അതിൽ സെറിമോണിയൽ ലോസ്, പഴയ നിയമത്തിലെ ആചാരങ്ങളുടെ ചില പ്രമാണങ്ങളാണ് ഇനിയും നമുക്ക് ബാധകമല്ലാത്തത്. സെറിമോണിയൽ ലോസ് എന്ന് വെച്ചാൽ ഇപ്പം സർക്കംസിഷൻ, പരിച്ഛേദന, അതുപോലെ ചില ശുദ്ധീകരണ നിയമങ്ങൾ, യാഗമർപ്പിക്കുന്നത്, അങ്ങനെയുള്ള ചില നിയമങ്ങൾ കർത്താവ് പൂർത്തീകരിച്ചു. ഈവൻ 10 കൽപ്പനകളിലെ ശബത്താചരണം ഉൾപ്പെടെ. എന്നാൽ 10 കൽപ്പനകളിലെ ബാക്കി 9 കൽപ്പനകൾ അതിന്ന് ബാധകമല്ലേ? ആണല്ലോ. അപ്പോൾ ലോസ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ ഒന്നും മാറിയിട്ടില്ല. അതെല്ലാം കർത്താവ് കുറെ കൂടെ ഷാർപ്പൻ ചെയ്ത് മൂർച്ച കൂട്ടി നമുക്ക് തന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണയിലോ തെറ്റായ വ്യാഖ്യാനത്തിലോ ആണ് പച്ചകുത്തുന്നതും അവരുടെ ഇഷ്ടാനുസരണമൊക്കെ ജീവിക്കുന്നതും. പുറമേ ഉള്ളതൊന്നുമല്ല, അകമയുള്ളതാണ് ദൈവം നോക്കുന്നത്, മുഖമല്ല ഹൃദയമാണ് നോക്കുന്നത് എന്നൊക്കെ ഇവര് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അത് ഈ കാതലായ സത്യം അറിയാതെ പോകുന്നത് കൊണ്ടാണെന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പച്ചകുത്തലിനെതിരെ ഒരു കൽപ്പന പുതിയ നിയമത്തിൽ ഇല്ലെങ്കിലും നമുക്ക് പഴയ നിയമത്തിലെ കൽപ്പനകൾ തന്നെ ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് വേണ്ടി തന്നെ താൻ അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നും 100% ബാധകമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തെ നമ്മൾ ദൈവശ്വാസീയമായ ദൈവവചനമായി ഇന്നും കൈക്കൊള്ളുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമോ? സമയമുണ്ടോ? ചോദിച്ചോ. നീളുന്നതാണെങ്കിൽ നമുക്ക് നാളെ കൈകാര്യം ചെയ്യാം. അല്ല, ചോദ്യം ചോദിച്ചത് അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയതെല്ലാം കർത്താവ് ക്ഷമിക്കുമല്ലോ നമ്മളെ കർത്താവ്. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ പച്ച കുത്തിയ ഒരാള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പച്ച കുത്തിയത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ ചെയ്യേണ്ടത്? കാരണം ഈ റീസെൻ്റ്ലി ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ഞാൻ അതിന് കൊടുത്ത മറുപടി, ആ പച്ച കുത്തിയ ആൾ വന്ന് സാക്ഷ്യം പറയണം, ഇനി ആരും ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്തത് ഇപ്പോൾ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും യുവജനങ്ങൾ ആരും ഈ ഒരു ടാറ്റൂയിങ്ങിലേക്ക് പോകരുത്. അങ്ങനെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ആ മാനസാന്തരം കറക്റ്റാണ്. അതല്ല എങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പോൾ പുതിയ ന്യൂജൻ ചർച്ചിലൊക്കെ ഇവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചർച്ചിലോട്ട് ആക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നേരത്തെ പച്ചകുത്തി അതിനുശേഷം മാനസാന്തരം. അങ്ങനെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അവർ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പാണ് ചെയ്തത്. അത് പാപമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം അതിനുശേഷം അവർ മാനസാന്തരപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇതുമെല്ലാം പാപമെന്ന് കർത്താവിനോട് ഏറ്റുപറയുന്നു, ഉപേക്ഷിക്കുന്നു. എന്നാൽ ശരീരത്തിൽ വരുത്തിയ ആ സംഗതി കളയാൻ പറ്റത്തില്ല. പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ പലരും, കയ്യിലും അവിടെയും ഇവിടെയൊക്കെ പച്ചകുത്തിയവർ. ഞങ്ങൾക്കിവിടെ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസികളിൽ നിന്നൊക്കെ വരുന്നവർ വളരെ കുഞ്ഞിലെ തന്നെ ആദിവാസി പെൺകുട്ടികളെ പച്ചകുത്തും, അവരുടെ മുഖത്തുൾപ്പെടെ. രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അവർക്ക് മുഖത്തിതുണ്ടെന്നും പറഞ്ഞ് തലയൊന്നും കണ്ടിച്ചു കളയാനൊക്കത്തില്ല. അതോടുകൂടെയാണ് വരുന്നത്. അത് മാറ്റാനൊക്കത്തില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അവർ ഈ പറഞ്ഞതുപോലെ അത് പാപമായിരുന്നു എന്ന് അംഗീകരിക്കുകയും അത് തുടർന്ന്
അവരോ അവരുടെ തലമുറകളോ ആചരിക്കാതിരിക്കുകയും പുതിയ ആൾക്കാരാണെങ്കിൽ ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇപ്പോൾ ഇത് ദൈവവചന പ്രകാരം തെറ്റാണെന്ന് അവര് സാക്ഷിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്താൽ മതി. അതിൽ നമുക്ക് വേറെ ഒന്നും ഇറിവേഴ്സിബിൾ ആണ്. അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം മതി. അതവർക്ക് പാപമായി കണക്കിടുകയില്ല. പക്ഷെ നമ്മുടെ ചർച്ചിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് പിന്നെയും വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കും. അത് നമ്മുടെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് സഭയുടെ തെറ്റാണ്. അത് സഭ ചെയ്യാൻ പാടില്ല. ദൈവത്തിന് ഒരു പാപിയെ മാനസാന്തരപ്പെടുമ്പോൾ അംഗീകരിക്കാമെങ്കിൽ നമുക്ക് അംഗീകരിക്കണം എന്താ പ്രയാസം? അത് നമ്മുടെ റിജിഡായിട്ടുള്ള മെന്റാലിറ്റിയാണ്. അത് തെറ്റ്, 100% തെറ്റ്. അങ്ങനെ അറിയാതെ കൊലപാതകം ചെയ്തവരൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അതിന് പിന്നെ ഇതിന് ദൈവം ക്ഷമിച്ചുകൂടായോ? തീർച്ചയായിട്ടും. പക്ഷെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എല്ലാവരുടെ അടുത്തും അപ്പൊ നമ്മൾ സാക്ഷീകരിക്കേണ്ട ഒരു എല്ലായിടത്തും സാക്ഷീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചർച്ചിന്റെ ഉപദേശമായിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടാവണം. ചർച്ചിന്റെ ഉപദേശമായിട്ട് പഠിപ്പിക്കണം. നമ്മള് ദാവീദിനെയും ഗോലിയാത്തിനെയും മാത്രം പ്രസംഗിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതെന്താണെന്ന് ആൾക്കാർക്കൊന്നും പിടികിട്ടത്തില്ല. കാര്യങ്ങൾ സഭ പഠിപ്പിക്കണം. അല്ലാതെ എല്ലാ ഞായറാഴ്ചയും ഈ പാവങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഈ പാവങ്ങൾ എഴുന്നേറ്റ് നിന്ന് എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇത് പണ്ട് ചെയ്തതാ കേട്ടോ, നിങ്ങളാരും ചെയ്യല്ലേ, ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഞായറാഴ്ചയും. ഒരു സഹോദരൻ പറഞ്ഞ എൻ്റെ അടുത്ത്, അങ്കിളെ ആരെങ്കിലും നിങ്ങളുടെ കൊലീഗ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലെ ആഭരണമോ പച്ചകുത്തിയതോ ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആരെയും അങ്ങോട്ട് പറഞ്ഞു വിടത്തില്ല, കാരണം ഞാൻ വിശ്വസിക്കുന്നത് നേരെ തിരിച്ചാണല്ലോ. അപ്പോൾ പറഞ്ഞല്ല, ഇങ്ങനെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചർച്ചിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ആലോചിക്കാം. അതവരുടെ മിടുക. നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സഭ ഈ തരത്തിലുള്ള അനാവശ്യമായ റെസ്ട്രിക്ഷൻസ് വെച്ച് രക്ഷിക്കപ്പെടുന്നവർക്ക് സ്വർഗം അടച്ചു കളയുന്നവരായി തീരാതെയും ഇരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് തൻ്റെ ദേഹം എന്ന മന്ദിരത്തെ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർത്ത് 3 നാൾ കൊണ്ട് അതിനെ പണിത് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്ന നമ്മുടെ ശരീരങ്ങളെയും പുതുതാക്കുവാൻ വേഗം വരുന്ന കർത്താവിന്റെ വരവിനായി വിശുദ്ധിയോടെ ജീവിച്ച് നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.